എൻ്റെ പേര് റമീസ്. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ ഉപ്പാണത്. നമ്മളിപ്പോൾ മുയലിനെ കൊണ്ടുപോയിട്ട് 8 മാസം കഴിഞ്ഞ് അതിന് ശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു യൂണിറ്റും കൂടി എടുത്തു. ആദ്യം ഒരു യൂണിറ്റിന് ഉണ്ടായത്. 4 മാസം കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റും കൂടി എടുത്ത്. ഇതിപ്പോൾ ആദ്യം യൂണിറ്റത്തെ കുട്ടികളാണ്, ആദ്യമായിട്ടാണ് വിൽക്കാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആപ്പൻ്റെ കൊണ്ട് ഓട്ടോറിക്ഷ തന്നെയാണ്, എൻ്റെ ഓട്ടോറിക്ഷ തന്നെയാണ്. എനിക്ക് കൊണ്ടുവരാൻ രൂപയാണ്. എനിക്കിപ്പോൾ 17 വയസ്സായിട്ടുള്ളൂ. എൻ്റെ പ്രായത്തിൽ ഞാനായിരിക്കും താഴെ ചെയ്യുന്നത് തോന്നുന്നുണ്ട്. എനിക്കൊരു ഏറ്റവും കുറഞ്ഞ വയസ്സെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ ചെയ്യുന്നുണ്ടിട്ട് ചെയ്യാൻ വേണ്ട കുറച്ച് റിസ്ക് ഉണ്ട്. ഞാനും എൻ്റെ ബാപ്പി വീട്ടിലെല്ലാവരും കൂടി അതായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടിയിട്ട് തന്നെയാണ്. പിന്നെ 3 മാസം മുമ്പ് ഒരു ഇൻസ്പെക്ഷൻ നടത്തി. വിദ്യാ സാറും ഗ്രൂപ്പിലെ സുരേഷ് ചേട്ടനും റഫുൽഭായി എല്ലാവരും കൂടി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിന് നമ്മളെ ഫാമിൻ്റെ ഷെഡിൻ്റെ സൈഡിൽ നെറ്റും ഒക്കെ റെഡി, കാറ്റ് കിട്ടാതെ പ്രശ്നമുണ്ട്. അതൊക്കെ ഇപ്പോൾ ശരിയായി. ഇപ്പോൾ മലയാളമൊക്കെ ഉഷാറാണ്. ഇപ്പോൾ 2ാമത്തെ യൂണിറ്റത്തെ കുട്ടികൾ പ്രസവിച്ച് വരുന്നുണ്ട്. ഒരു പ്രസവിച്ച് ഇപ്പോൾ അടുത്ത പ്രാവശ്യമായിട്ട് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. കുറച്ച് തൂക്കം കുറവില്ലാത്തതിനെ കൊണ്ട് എടുക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ 17 വയസ്സായിട്ടുള്ള പോയി +2 പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം സുഖമായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കുറച്ച് താല്പര്യം വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇൻസ്പെക്ഷൻ തന്ന് നിപ്പിളിന് വെള്ളം കൊടുത്തേ. അത് ചെറിയ പ്രശ്നം വന്നാൽ യൂട്യൂബ് കണ്ടിട്ട് നിപ്പിളിൽ വെള്ളം കൊടുത്തിന്. അപ്പോൾ മുയലിന് വെള്ളം കിട്ടാതെ പ്രശ്നം, നല്ല സ്മെല്ല് ഓവറായപ്പോൾ ഇപ്പോൾ നിപ്പിളൊന്നും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫുള്ളും മണ്ണിൻ്റെ നിപ്പിളൊക്കെ കഴിച്ച് വെച്ച് അത് മടക്കി അവിടെ ഒരു ചാക്ക് കെട്ടി അവിടെ വെച്ചിരിക്കുക. കാരണം യൂട്യൂബ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചില ഭാഗത്തൊക്കെ നിപ്പിളിൽ കൊടുക്കണതായിട്ട് ഇപ്പോഴും തോന്നി. അപ്പോൾ പിന്നെ ആ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ മാറ്റി മൺപാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ മുയലും നല്ല ഇഷ്ടംപോലെ വെള്ളവും കുടിക്കുക, സുഖമായിട്ട് ഐറ്റങ്ങൾ വളരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത നിലക്കാണ് മെച്ചപ്പെട്ട് വരുന്നത്. ഞങ്ങൾ ഹുസൈൻഖാൻ്റെ കുറച്ച് കുട്ടികളുണ്ട്. പിന്നെ വീടിൻ്റെ അടുത്ത് ഹുസൈൻഖാനുണ്ട് ഫാം. മൂപ്പര് ഇതേമാതിരി എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മൂപ്പരടുത്ത് പോയി ചോദിക്കും. അപ്പോൾ കൊണ്ടുവരുമ്പോൾ മൂപ്പരതുണ്ട്, മുമ്പിലാണ്. അതിപ്പോൾ കാണാത്തതിന് കൊണ്ടാണ്. അങ്ങനെ കൂടി ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്തൊരു പരിപാടിയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മുയലിനെ കൊണ്ടുവന്ന് അതിൻ്റെ പൈസ വാങ്ങാൻ. അപ്പോൾ മുയലിനെ പോറ്റണേ പല രീതിയിൽ മുയലിനെ പോറ്റാൻ, ശാസ്ത്രീയമായിട്ട് മുയലിനെ പോറ്റണമെങ്കിൽ പ്രാവശ്യമാണെങ്കിൽ ഒന്നാണ് സാറെല്ലാം ക്ലാസ് എന്തെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മുയലിനെ പോറ്റാം. അപ്പം പിന്നെ അതിൻ്റെ കുറേ ബോൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് കണ്ടിട്ട് വീഡിയോ പറഞ്ഞതിന് നിപ്പിളിലൊക്കെ കൊടുത്താണ്. അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ മൺപാത്രത്തിൽ തന്നെ കൊടുക്കണേ. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ കൊടുക്കേണ്ടതെന്നല്ല. ഓരോ വീഡിയോയിലൊക്കെ യൂട്യൂബിലെ കുറേ വീഡിയോയിലുണ്ട് ഈ നിപ്പിളിൽ വെള്ളം കൊടുക്കുന്നത്, പല രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൺപാത്രത്തിൽ തന്നെ കൊടുക്കുന്നത്. അതിന് മുതൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോൾ 15,000 വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഭയങ്കര നാറ്റമായിരുന്നു. അതിനകത്ത് കൂടെ ചുറ്റി അടക്കിയപ്പോൾ ചാക്ക് കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ വീണ്ടും മൺപാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റില്ലാത്തൊരു ബിസിനസ്സാണിത്. നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റിലാണ് ഇവിടെ തന്നെ കൊടുത്തില്ല പൈസ ഇപ്പോൾ വാങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യാനുള്ള സംഗതിയാണ്. വേണ്ടത് നമുക്ക് ഇവിടെ താല്പര്യം ഉണ്ടെങ്കിൽ കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ചെയ്യണ മാതിരി തന്നെ ചെയ്താൽ മതി.